സംസ്ഥാനത്ത് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ കോടതികളിൽ തള്ളിപ്പോകുന്നു. ഡിവൈഎസ്പി റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ കേസുകൾ ജില്ലാ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന നിബന്ധന പാലിക്കാത്തതാണ് കേസുകൾ തള്ളിപ്പോകാൻ കാരണം. ജില്ലാ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സംസ്ഥാന അതോറിറ്റിക്കും ഒരറിവുമില്ലെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ പരിശോധിക്കാനാണ് പോലീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി രൂപീകരിച്ചത്. പോലീസ് സൂപ്രണ്ടിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ നടപടി ദൂഷ്യങ്ങൾ പരിശോധിക്കുന്നതിനും മറ്റും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയും ഡിവൈഎസ്പി റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ ജില്ലാ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയുമാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ ഇത് പാലിക്കാതെ ഡിവൈഎസ്പി റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി സ്വീകരിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. നടപടിക്ക് വിധേയനായ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിക്കുമ്പോൾ അധികാരപരിധി കടന്ന് സ്റ്റേറ്റ് കംപ്ലയിന്റ്സ് അതോറിറ്റി എടുത്ത കേസുകൾ തള്ളിക്കളയുന്നു. ഡിവൈഎസ്പി റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിക്ക് അധികാരമില്ലെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുകയും കോടതി ഈ വാദം നിരവധി കേസുകളിൽ അംഗീകരിക്കുകയും ചെയ്യുന്നത് മൂലമാണ് കേസുകൾ നിലനിൽക്കാത്തത്. ഒട്ടനവധി കേസുകൾ ഇത്തരത്തിൽ തള്ളിപ്പോയതറിഞ്ഞ് ജില്ലാ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയെക്കുറിച്ച് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയിൽ തിരക്കിയപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: ജില്ലാ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഓഫീസല്ലേ? ജില്ലയല്ല, ഇത് സ്റ്റേറ്റിന്റെയാണ്. ജില്ലയുടെ നമ്പർ തരാമോ? ഇല്ല, അവിടെ നമ്പറില്ല. തുടർന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു. നമ്മുടെ കൈവശമില്ല, ഡയറക്റ്റുള്ള. ഡിവൈഎസ്പി റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സാധാരണഗതിയിൽ പൊതുജനങ്ങൾ പരാതി ഉന്നയിക്കുന്നത്. എന്നാൽ ആ പരാതികൾ പരിശോധിക്കാനുള്ള സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഈ സ്ഥാപനം കൊണ്ട് യാതൊരു ഗുണവും ലഭിക്കാറുമില്ല. സൈഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.